ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ഒരാളുണ്ടായിരുന്ന പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. പക്ഷെ ഒരു ആണായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ദയാ സുജ്, നമ്മുടെ മഞ്ജു പിള്ളയുടെ മകൾ, ഇവരുമായി സംബന്ധപ്പെട്ടിട്ട് നമ്മൾ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഷെഫീന ബീബി എന്ന് പറയുന്ന ഇല്ലവർക്കെതിരെയും എന്നാൽ ഇവരെ സപ്പോർട്ട് ചെയ്തും ചെയ്യാതെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരെ സപ്പോർട്ട് ഏത് സ്ഥാനത്തിലാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെഫീനയ്ക്ക് വളരെ മാന്യമായിട്ട് വിമർശിക്കാമായിരുന്നു. അത് ചെയ്യാൻ എന്ന് പറഞ്ഞുള്ള സെറ്റപ്പിൽ ഞാനും ചീത്ത വിളിച്ച് വീഡിയോ ചെയ്യുന്നവനാണ്. പക്ഷെ അത് വിളിക്കേണ്ടവരെ വിളിക്കത്തുള്ളൂ. അല്ലാണ്ട് ഈ പെണ്ണിനെ എന്തിനേറെ വിളിച്ചതെന്ന് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. എന്തായാലും മാസ് കാണിച്ചാണെങ്കിൽ മൂഞ്ചിന്നേ കൂട്ടാവും. പിന്നെ അവർക്ക് നല്ല ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്, പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി, അങ്ങനെ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു സെറ്റപ്പിലൊക്കെ പോയി. അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ദയാ സുജിത്തിൻ്റെ ഒരു റിപ്ലൈയും മഞ്ജു പിള്ളയുടെ റിപ്ലൈ ഒക്കെ. പക്ഷെ അങ്ങനെ ദയാ സുജിത്തിൻ്റെ ഒരു റിപ്ലൈ വന്ന് വലിയ ഗുണമൊന്നുമില്ലായിരുന്നു. ചുമ്മാ ഊക്കി വിട്ട് തട്ടിമുട്ടി അങ്ങ് പോയി. അതുപോലെ ഇപ്പം മഞ്ജു പിള്ളയുടെ ഒരു റിപ്ലൈ വന്നു, എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ടില്ല. അതിൽ കുറച്ച് ഇങ്ങനെ പറയാനുണ്ട്, വേറൊന്നുമില്ല. ഏതോ ഒരു നെഗറ്റീവ് കമന്റ് ഒരിക്കൽ വന്ന സമയത്ത് മഞ്ജു പിള്ള ആണെങ്കിൽ തൻ്റെ മകൾക്കെതിരെ കമന്റ് വന്നെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ ഒരു ഇന്റർവ്യൂവിൽ കയറി പൊട്ടിത്തെറിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ മോൾ ഇത്രയും കാട്ടവരാധം പറഞ്ഞിട്ട് അതിനെതിരെ ഒന്നും ശക്തമായിട്ട് പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയോ എന്തോ ഒരു ചീഞ്ഞ് നാറ്റം. വേറെ ഒന്നുമില്ല, എന്തുവാ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് പ്രതികരിച്ചൂടെ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പം നമുക്കൊരു അറിവെന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇവരിപ്പോൾ മുംബൈയിലെങ്ങാണ്ടാണ്, അവിടെ പോയിട്ട് ഊക്കുന്നുണ്ട്, ഷെഫീനെ നല്ലോണം ഊക്കുന്നുണ്ട്. ഈ കയറിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചളവ് പോലെ തോന്നി. ആദ്യമൊക്കെ കേട്ടോണ്ടിരുന്നത്, പിന്നെ ചളവ് പോലെ എന്തുവാ റിപ്പീറ്റ് ചെയ്ത് കയറുന്നൊക്കെ പറയുന്ന പോലെ തോന്നി. പിന്നെ ഷെഫീനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയൊന്നുമില്ല. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വിയോജിപ്പുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മാന്യമായിട്ട് പറയാമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ രീതി ഒട്ടും ശരിയായിട്ടില്ല. അത് ഭയങ്കര അരോചകമായിരുന്നു. കാരണം ആ ഒരു പെൺകുട്ടിയെ പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അപരാധം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മാത്രം ഒരു തെറ്റും ദയാ സുജിത്ത് ചെയ്തിട്ടില്ല. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് വിമർശിക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക. പിന്നെ മോഡലിംഗ്, ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ എക്സ്പോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയുക, ഇല്ലെങ്കിൽ വായടച്ച് മിണ്ടായിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാന്യമായിട്ട് വിമർശിക്കുക. ഞാൻ വിമർശിക്കുന്ന ഒരാളാണ്. അത് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തെറി വിളിക്കും. അല്ലാത്ത കാര്യങ്ങളിൽ അവരാതെ വിളിച്ചു പറയേണ്ട കാര്യമില്ല. അപ്പം നമുക്കൊരു വരുന്ന വീഡിയോ കാണാം. ഒരാളെ പരിചയപ്പെടുത്തിയോട്ടെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സർപ്രൈസ്. അമ്മ എന്തിനാ അമ്മ ഇവിടെ മുംബൈയിലേക്ക് വന്ന്? നിന്റെ പ്ലേ ഇല്ലേ? നിന്റെ പ്ലേ കാണാൻ വന്നു. അതോ എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണെന്ന് തോന്നുന്നു. അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രമല്ല, കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ, കാലിത്തീറ്റ, മറ്റേ പഴങ്കഞ്ഞിയും മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിൽ പിടിച്ച് കെട്ടിയിടും. അപ്പൊ കാലിത്തീറ്റ കയറൂരി വിട്ടിരിക്കുന്ന ആ കേസ്, അതായത് മഞ്ജു പിള്ള ദയാസുഖത്തിനെ കയറൂരി വിട്ടിരിക്കുന്നെന്നാണ് അന്ന് ഷഫീന പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഒരു ട്രാക്ക് പിടിച്ചിട്ട് ഇവിടെ ഇട്ട് ഊക്ക് കൊടുത്തത്. സ്വാഭാവികം, ചെറിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല കൊടുത്തിട്ടുണ്ട്, അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഷഫീനക്ക് ഇതിന്റെ എന്തിന്റെ ആവശ്യമായിരുന്നു? അയ്യോ, കുലസ്ത്രീ കളിച്ചതാണ്. അവിടെ മൂഞ്ചി എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ബാക്കി നമുക്കൊരു ഔട്ട്ഫിറ്റ് ചെക്ക് നടത്താം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മേൻ്റെ അനിയത്തിയെ പോലെ ഇരിക്കുന്നതാണ്. ഹലോ, വേണ്ട, ഒരു കൊച്ചൊന്നിട്ട് മിയാവായിട്ട് പോയിടോ പറഞ്ഞത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അമ്മയും അമ്മയും എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എല്ലാവരും അനീതി എന്ന് വിളിക്കുന്നത്. കാണിച്ചു തരാം. എൻ്റെ അമ്മ പാവാടയൊക്കെ കൊടുത്തുകൊണ്ടാണ് മുംബൈയിൽ ഇറങ്ങണം. മാത്രമല്ല, ഞാൻ കേരളത്തിലും. പക്ഷെ ചുമ്മാ അല്ല, ആൾക്കാർ അനീതി. ഇപ്പൊ ശരിക്കും എൻ്റെ അനീതി പോലെയാ. കുറച്ച് എന്നെ മകളെന്ന് പറയും. ഇല്ലടി അത്രയും. അമ്മ ഇനി അമ്മേനെ കയറിടേണ്ടി വരും. ഇനി അമ്മേനെ കയറിടണം. അമ്മ സ്കേർട്ട് ഇട്ടു. അമ്മയ്ക്ക് ഇന്ന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പൊ അമ്മയുടെ രീതിയിൽ നമുക്ക് പോവാം. അമ്മ എന്താ ചെയ്യാനുള്ളത്? കയറ് മേടിക്കണം. അമ്മ കയറ് മേടിക്കണം. ചളു തന്നെ. ആ കുഴപ്പമില്ല, നിങ്ങൾ അറമതിച്ചു, നിങ്ങളുടെ സമയമാണ്. പിന്നെ ഈ പാവാട ഇട്ടെന്ന് പറഞ്ഞ്, പാൻറ് ഇട്ടെന്ന് പറഞ്ഞ്, ജീൻസ് ഇട്ടെന്ന് പറഞ്ഞും കൊണ്ട് ഒന്നും ആരും ഒന്നും പറയത്തില്ല.
അവിടെ ഇവിടെ മറച്ചു വെക്കേണ്ടതൊക്കെ പുറത്ത് കാണിച്ചും പുറത്ത് വെക്കേണ്ടതൊക്കെ മറച്ചു വെച്ച് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാലാണ് നാട്ടുകാർ വല്ലതും പറയുന്നതിന് ഒരു മാന്യത വേണം. ഇപ്പോൾ ദേവാസുരത്തിൻ്റെ ഡ്രസ്സിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുവാ ഇത് എന്ന് മാന്യമായിട്ട് ചോദിക്കാം. പക്ഷെ പകരം നീ ആനങ്ങൾക്ക് പിരിക്കാൻ കഴിയുകി എന്നുള്ള സെറ്റപ്പിൽ പറയുമ്പോൾ അത് അരോചകമാണ്. ഒരു പെണ്ണിനെ വളരെയധികം മോശമായിട്ട് അപമാനിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാതിരിക്കുക. അത് പറഞ്ഞതുകൊണ്ടാണ് ഷെഫീന മബി പറയുന്നത് അങ്ങ് ദൂരെ. എന്തായാലും എനിക്ക് റിപ്ലൈ എത്ര പിടിച്ചില്ല കേട്ടോ. കുറച്ചുകൂടെയൊക്കെ കൊടുക്കാമായിരുന്നു. ഒന്നുമില്ല, നിങ്ങൾ അങ്ങനെ അമ്മാതെ അവരാതെ വെച്ച് കൊണ്ട് ആണുങ്ങൾക്ക് പിടിക്കാൻ വെച്ച് കൊടുക്കുക എന്നുള്ള സെറ്റപ്പിൽ പറഞ്ഞ് ആ ഒരു സ്ത്രീക്കെതിരെ നിങ്ങൾ ഇത്രയും ലോല ഹൃദയമായിട്ടാണ് പ്രതികരിച്ചത്. സോ സാഡ്. എനിക്കെന്തോ വിഷമം തോന്നി നിങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ, സീരിയസ്ലി. സോ ഞാൻ കഴിച്ചു കഴിഞ്ഞു, അമ്മയും കഴിച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇനി എന്ത് ചെയ്യും അമ്മ? നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തും ചെയ്യും. നമ്മളിനി ഷോപ്പിങ്ങിന് വേണ്ടി എന്ത് ചെയ്താലും കയറിന്റെ അറ്റം എൻ്റെ കയറ് വെട്ട് കളയില്ല കയറ്. നമുക്ക് കയറിന് വേണ്ടി കയറ് ബാഗ് വരെ എൻ്റെ അമ്മ എഴുതിയിട്ടുണ്ട് കയറിന് വേണ്ടി. പക്ഷെ കയറ് ഒരു കയറാക്കിയിട്ടുണ്ട്. അതെ നമ്മൾ വലിയ കളികൾ മാത്രം. ഏത് മൂഡ്? ഓണം മൂഡ്. കുറച്ചൊക്കെ കഴിയുമ്പോൾ ബോറടിക്കുന്നുണ്ട്. കയറെന്നൊക്കെ പറഞ്ഞു മതി. കുറച്ചായി 10 തെറി വിളി. കാരണം അമ്മാതിരി അവരാതല്ലേ പറഞ്ഞത്. 10 തെറിയൊക്കെ വിളിച്ചിട്ട് ചാച്ചാച്ചാവീനെ നിനക്ക് എന്നാത്തിൻ്റെ കയറാടി. ഈ ഒരു സെറ്റപ്പ് സംസാരിക്കും. കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനും രസമുണ്ട്. ഇത് ബോറടിക്കണം. കയറ്. ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നുമില്ല, ഒരു കമന്റ് വന്നതിന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച മഞ്ജുപിള്ള ഇവിടെ വരുമ്പോൾ ലോല ഹൃദയമായിപ്പോയി. സോ സാഡ്. എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷനിൽ? അമ്മയ്ക്ക് ഡയറക്റ്റായിട്ട് പറയാനില്ല, ഇൻഡയറക്റ്റായിട്ട് പറയണമെന്നില്ല, ഏത് രീതിയിലും പറയാം. പക്ഷെ നമ്മളിൽ അവസാനമായിട്ട് എനിക്ക് നമ്മളിത് അഡ്രസ്സ് ചെയ്യുന്നത് ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. സോ യാ, നമ്മൾ കൂടുതലും നല്ല എന്തായാലും ഇത് പോവല്ലേ ഗൈസ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കളർ ഗ്ലോസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഭയങ്കര അഫോർഡബിൾ ആണ്. സീരിയസ്ലി ഭയങ്കര നാട്ടില് ഭയങ്കര കോൺട്രവേഴ്സി നടക്കുകയാണ്. ഫോട്ടോ സെൽഫിഷ് ആണ്. നിങ്ങൾ മേടിക്കാൻ ടാഗ് ആയിട്ടുണ്ടാകും കേട്ടോ. നിങ്ങൾ മേടിക്കുക, അടിപൊളി സംഭവം. ഭയങ്കര അഫോർഡബിൾ. 300 എത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇത് 3000 സാധനത്തിന് ഡ്യൂപ്പാണിത്. ഫെൻഡി ബ്യൂട്ടി ഡ്യൂപ്പാണ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്ത് കണ്ടിന്യൂ ഞാനാ. നമുക്ക് വേറെ ഒരുപാട് പണിയില്ലേ. നമ്മള് എന്നെ മണിക്കൂറാണെങ്കിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ആക്ച്വലി എന്താ പറയണ്ട, എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം എനിക്ക് അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. നിൻ്റെ ലോൺ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളായാലും ആരായാലും അവരവരുടെ പാഷനിൽ പോവുക. അവരവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല, അവർക്ക് ധൈര്യം അതുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഒരു തരം ധൈര്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ മഞ്ജു ചേച്ചി കാര്യമായിട്ട് സീരിയസ് ആയിട്ട് അവിടെ പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തോന്ന് ലിപ്സ്റ്റിക്ക് എടുത്ത് വെച്ച് അത് പ്രൊമോഷൻ നടത്തണം അതിൻ്റെ ഇടയിൽ കൂടി. അത് ശരിയല്ല, മോശം. മഞ്ജു ചേച്ചി കാര്യമായിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് പ്രൊമോഷൻ നടത്തുന്നത്. സോ പതത്തറ്റിക് സിറ്റുവേഷൻ. ഐ കാണ്ട് അക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ മഞ്ജു ചേച്ചി എന്ത് ഇത്രയും സൈലൻ്റ് ആയിപ്പോയി, ഇത്ര പാവമായിപ്പോയി? എനിക്കറിയത്തില്ല. 10 തെറി വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന സപ്പോർട്ട് മാരകമായിരുന്നു. എന്തായാലും നിങ്ങൾ ഹോം ലോണും കാർ ലോണും ഒക്കെ ഇതിൻ്റെ ഇടയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെ തിരക്കിലാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ അന്ന് പറഞ്ഞു എന്നെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മോളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഒരു നനഞ്ഞ പടക്കം പോലെ റിപ്ലൈ എടുത്തു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് തന്നെ ഒരു എനർജി ഇല്ലാതായിപ്പോൾ ഞാൻ ഉറങ്ങിയാണ് വീഡിയോ ചെയ്യുന്നത്. അല്ല, എൻ്റെ ചോദ്യം അതാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ മണ്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ നിൽക്കണമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആൾക്കാർ പല സ്ഥലത്തിരുന്നും പല ഇതും ആവും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് അത് ഇട്ടതെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതെ, അങ്ങനെയുണ്ടോ? അപ്പം നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? ഇപ്പം ഡ്രസ്സിങ്ങിൻ്റെ കേസിലായാലും എന്ത് ആയാലും. അല്ലാത്ത പൊതു സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാം. എന്ത് കണ്ടാലും ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം കണ്ടാൻ്റെ അടുക്കളയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പൊതു സമൂഹത്തിലോട്ടൊരു സാധനം, സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, നമ്മുടെ അഭിപ്രായം പറയാം.
പക്ഷെ അത് മാന്യമായിട്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തന്തയ്ക്ക് വിളിക്കേണ്ട കേസുകളിൽ തന്തയ്ക്ക് വിളിക്കണം. അതായത് കുട്ടികളെ വല്ലതും ചെയ്യാൻ പാടില്ലാതെ ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടപരാധം ചെയ്തെന്നോ തന്തയില്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്തയ്ക്ക് തന്നെ വിളിക്കണം, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഒരു ഡ്രസ്സിങ്ങിന്റെ കേസിൽ ഒരാളെ വന്നിരുന്നിട്ട് പച്ച അപരാധം പറഞ്ഞ് പച്ചത്തെറി വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മെമ്പർഷിപ്പ് ഹോളികൾ, സബ്സ്ക്രിപ്ഷൻ ഹോളികൾ, അപരാധങ്ങൾ കാണിക്കുന്നവളുമാരുണ്ട്. അതായത് ഈ ശരീരം കാണിച്ച് വിറ്റ് ജീവിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. നാളെ വളർന്നു വരുന്ന കുട്ടികളെ അടക്കം തെറ്റായ മാർഗത്തിലൂടെ എത്തിക്കുന്ന കുറേ അപരാധി മക്കളുണ്ട്. അവളുമാരൊക്കെ നമ്മൾ വലിച്ചൊരു ഒട്ടിക്കെ തന്നെ ചെയ്യണം. അവളുമാർക്കൊന്നും ഒരു ഇളവും കൊടുക്കരുത്. പിന്നെ ഇതിപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് മോഡലിംഗ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ നാളെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയെ പെങ്ങളെ അമ്മാതിരി അപരാധ ഫോട്ടോഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഓപ്പണായിട്ട് പറയാം. ഞാൻ അതിൻ്റെ വല്ല അമ്മാവനെന്നോ പുരോഗമന ചിന്താഗതി ഇല്ലാത്തവനെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഒരുമാതിരി എന്തുവാ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് മാന്യമായിട്ട് പറയാമായിരുന്നു. അവിടെയാണ് ജഫീനയ്ക്ക് കയ്യിൽ നിന്ന് പോയത്, കാലിൽ നിന്ന് പോയത്, മൂഞ്ചിയത്. ഓക്കെ, മാന്യമായിട്ട് പറയാം. ഞാൻ എൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഇമാതിരി അവരാതെ ഫോട്ടോഷൂട്ടിനൊന്നും ഞാൻ വിടത്തില്ല. ഇതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മോളോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇമാതിരി ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ഈ നാട്ടുകാർക്ക് മറ്റേ അളക്കാനായിട്ടുള്ള വെച്ചു കൊടുക്കാനുള്ള ഫോട്ടോഷൂട്ടിനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, മാന്യമായിട്ട് പറയാം നമുക്ക്. ഇപ്പം ഞാൻ സംസാരിച്ചില്ല മാന്യമായിട്ട്, അല്ലേ? അതുപോലെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. എനിവേ, ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ദാറ്റ് വി ഗോണ ടോക്ക് അബൌട്ട് ഹൗ വി ഫീൽ അബൌട്ട് സർട്ടൻ സ്റ്റഫ്, certain ugly stuff. Words from മഞ്ജുപിള്ളേസ് മൗത്ത്. അപ്പം നമുക്കിത് മഞ്ജുപിള്ളയുടെ തന്നെ ചോദിക്കാം എന്താണെന്ന്. ഞാൻ അങ്ങോട്ട് വരണോ? ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. മഞ്ജുപിള്ളെ, ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അമ്മയുടെ ഫാൻസിനും എന്റെ ഫാൻസിനും പറയാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ടേഴ്സ് പീപ്പിൾ. അതാ ഞാൻ പറഞ്ഞത്, സപ്പോർട്ടേഴ്സ്. അമ്മ, ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? എന്ത് ഫീല്? ഞാൻ അത് ആലോചിച്ചിട്ടും കൂടി ഇല്ല, നല്ല ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം, നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. Useless stuff, but ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും. ഇവിടെ ഒരു വേദന. ഓക്കെ, ആ വേദന ഉണ്ടാവും. നമ്മുടെ ഇപ്പം നാളെ എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ മോനെ ആരെങ്കിലും അപരാധം പറഞ്ഞാൽ എനിക്ക് വേദന ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ പച്ചത്തെറി വിളിക്കും. ഇവിടെ ജഫീന ദയാസുഖത്തിനെ പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് മഞ്ജുപിള്ളയ്ക്ക് പൊട്ടി പ്രതികരിക്കും. പക്ഷെ ആ പ്രതികരണത്തിന് ഒരു നനഞ്ഞ പടക്കത്തിൻ്റെ ഫീലാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. കാരണം അന്നൊരിക്കൽ ഏതോ ഒരു 4 കമന്റ് ഇട്ടതിന് നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് കാട്ടവരാതെ ഒരുത്തി വന്നിട്ട് പച്ചയ്ക്ക് വീഡിയോയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഒരു നനഞ്ഞ പടക്കമായിട്ട് ഇവിടെ മഞ്ജുപിള്ള പ്രതികരിക്കുന്ന കാണുമ്പോൾ എനിക്കെന്തോ എന്നാണ് ഞാൻ ഇരിക്കുന്നത്. വണ്ടറടിച്ചു പോയി. സീരിയസ്ലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. എനിക്കത് എന്തോ ഒരു ഇതെന്താ ഇങ്ങനെ എന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് താഴെ കമന്റ് ചെയ്യും. നിനക്ക് അങ്ങനെ അറിയാമെന്ന്. നമ്മളെ അറിഞ്ഞുകൂടാത്ത 2 വ്യക്തികൾ ഇരുന്ന് എവിടെ വരും? നമ്മുടെ പേഴ്സണലി അറിയാത്ത 2 പേരാണ്, അല്ലേ? പേഴ്സണലി അറിയാത്ത 2 പേരിരുന്ന്. എനിക്കൊരു കമന്റ് വന്നിരിക്കുന്നു ഇപ്പൊ, കുറച്ച് ഓവറാണെന്ന് ആണ് യൂട്യൂബിൽ. ഓവറായിട്ടൊക്കെ തോന്നും. കുറച്ച് ഓവറായാലേ 10 ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ പേഴ്സണലി അറിയാവുന്നവർക്ക് മാത്രമേ നമുക്ക് പബ്ലിക്കിൽ വരുന്ന ഒരു പോസ്റ്റിന് മറുപടി കൊടുക്കാവൂ എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. പബ്ലിക്കിൽ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായം പറയും. പക്ഷെ അഭിപ്രായം പറയേണ്ടതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, പൊട്ടിത്തെറിക്കേണ്ട സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കണം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറിയിട്ട് തന്തയ്ക്ക് നാളേക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പെണ്ണിപ്പം മോശമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചെന്ന് പറഞ്ഞ് നേരെ കയറി അവളെ തന്തയ്ക്ക് തള്ളയ്ക്ക് വന്ന് തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് മാന്യമായിട്ട് അത് പ്രസന്റ് ചെയ്യാം, മാന്യമായിട്ട് സംസാരിക്കാം. അല്ലാണ്ട് ഒരുമാതിരി കോണാത്തിലർത്താനും പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെയാണ് ഷെഫീന എന്ന് പറയുന്ന ലേഡിയുടെ ഒരു വൃത്തികെട്ട സ്വഭാവം എക്സ്പോസ് ആവുന്നത്. അത് തെറി കൊടുക്കായിരുന്നു നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ. കാരണം അവരത്ര അപരാധം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് 10 എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷെ നിങ്ങളത് പറഞ്ഞിട്ടില്ല. അവിടെയാണ് നിങ്ങളുടെ അടുത്ത് എനിക്കൊരു ഇതില്ലാതെ പോയി. ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഏജ് എന്ന് പറയുമ്പോൾ വിവരമുള്ളത് 5 വയസ്സുള്ള കൊച്ചിനും ആവാം, 85 വയസ്സുള്ള അപ്പൂപ്പനും ആവാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഒരു ഞാൻ പറയുന്നില്ല ആരെന്ന്, എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഒരു ആൻറ്റി എനിക്ക് തന്നെ മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് ഇപ്പോൾ കുറേ ഫോളോവേഴ്സ് കൂടി കുറേ ആൾക്കാരുടെ മെസ്സേജ് വരുന്നുണ്ട്, ലവ് മെസ്സേജ്, ലൈക്ക് ഇഷ്ടമാണ്, ലൈക്ക് നിങ്ങൾ കണ്ടിന്യൂ. ഇപ്പോൾ പറയാം, മോളെ ഞാൻ 2 പെൺകൊച്ചുങ്ങളുടെ അമ്മയാണ്, 2 ടീനേജേഴ്സിൻ്റെ അമ്മയാണ്. എനിക്ക് മോള് അന്നിട്ട ഡ്രസ്സ്, മറ്റേ ഫോട്ടോഷൂട്ടിന് ഡ്രസ്സ്, ഈ തമ്മനയിലുള്ള ഡ്രസ്സ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത്
എൻ്റെ കൊച്ചുങ്ങൾ ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് അനുഗ്രഹം നൽകുന്നു എന്ന് മനോഹരമായിട്ടാണ് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എങ്ങാനും I have any choice to wear any of my dresses, right? It is not affecting any other people. Then why should I, take a step back? If it affects any other people, okay, it's my mistake. But it's not affecting anyone else, പക്ഷേ ഈ അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങാനും പോവുകയാണെങ്കിൽ ഞാൻ നല്ല മാന്യമായിട്ട് പോകും എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ ആൻറ്റീനെ ഡിസ്റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പോകും. ബിക്കോസ് അത്രയ്ക്ക് റെസ്പെക്റ്റോടെ കൂടെയാണ് പുള്ളിക്കാരുടെ ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് പോയിന്റ് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ നാളെ എൻ്റെ മോളോ അല്ലെങ്കിൽ അമ്മയോ പെങ്ങളോ ഭാര്യയോ ആരെങ്കിലും ഒക്കെ ഇതുപോലത്തെ അവരാതെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പബ്ലിക്കിൽ നമ്മളൊരു സംഭവം കണ്ട്, ഇപ്പോൾ ദയാ സുഹിത്തിൻ്റെ അടുത്ത് ഏതോ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, മോളെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് അത്രയും മോശമായിപ്പോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മറിച്ച് അവരെന്നിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഒരു അമ്മ എന്ന രീതിയിൽ നിനക്ക് ഞാൻ ആശംസ നൽകുന്നു എന്നുള്ള സെറ്റപ്പ് പറയുന്നുണ്ട്. അപ്പം അവിടെ ഒരു ക്വാളിറ്റി കാണിക്കണം അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല, അത് മാന്യമായിട്ട് പറയാം. ഇപ്പൊ ഈ സ്ത്രീയായാലും ദേവസ്വത്തിന്റെ അടുത്ത് മാന്യമായിട്ട് പറഞ്ഞു, മോളെ അത് കൊള്ളത്തില്ല, അത് നല്ലതല്ല എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് പറഞ്ഞു. അവിടെയാണ് ക്വാളിറ്റി. അതുപോലെ ഷെഫീനയ്ക്ക് പറയാമായിരുന്നു. അവിടെയാണ് ഷെഫീന എന്ന് പറയുന്ന ലേഡിയുടെ ക്വാളിറ്റി 0 ആകുന്നത്. മനസ്സിലായി? 0 ക്വാളിറ്റി, നോ ക്വാളിറ്റി. ഓക്കെ, അവിടെയാണ്. ഓക്കെ, അടുത്ത് അപ്പോൾ കുറേ പേര് കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ടായിരുന്നു രേണു ചെയ്തപ്പോൾ അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ട കാര്യമാണ്. അപ്പോൾ രേണുവിൻ്റെ കേസ് വേറെയാണ്. ഈ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് കടിക്കലടപ്പം ഈ ഒരു സെറ്റപ്പ് അത് നമുക്ക് അംഗീകരിക്കാനേ പറ്റത്തില്ല. അത് എന്തുവാ കാണിക്കുന്നത്? നാളെ വളർന്നു വരുന്ന പെൺപിള്ളേരടക്കം ഇമ്മാതിരി അപരാധങ്ങൾ ചെയ്ത് കാശുണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു പോയിന്റ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. കുറേ പേര് രേണുവിനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ദയാദുത്തിൻ്റെ കേസായാലും ഞാൻ സപ്പോർട്ട് ഒന്നും ചെയ്യത്തില്ല, സൂപ്പറാണ് ഇനി ഇതുപോലെ ഇട്ടോ എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറയാമായിരുന്നു. അമ്മ ഇങ്ങനെ ആക്കാൻ പറ്റുമോ? നമ്മളെന്തീ കാണിക്കുന്നത്? എൻ്റെ മൂക്ക് പോയി, അല്ലെങ്കിൽ ഞാനും കാണിച്ചു തരായിരുന്നു. പറ്റുന്നില്ല, മൂക്കിടിച്ച് പഞ്ചറായതാ. അത് വിട്, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങൾ കോമഡി എങ്കിൽ കോമഡി കാണിക്കും, ചളുവെങ്കിൽ ചളുവ് കാണിക്കും, സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞെങ്കിൽ കാര്യം പറയാം. ചുമ്മാ വന്ന് കണകണ എന്നൊക്കെ പറയണം. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടെ നിന്ന് കാപ്പ് കുടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ, മക്കളെ സപ്പോർട്ട് ചെയ്യുക. അതെ, അത്രേ ഉള്ളൂ. ആർക്കൊരു ഉപദ്രവമൊക്കെ ഉണ്ടാക്കാതെ ജീവിക്കുക. ഒരു പബ്ലിക്കിലോട്ട് ഇടുന്ന പോസ്റ്റുകൾ നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ഇടുക. നമ്മളതും പറയണമല്ലോ, സൂക്ഷിച്ചൊക്കെ ഇടുക. അല്ലെങ്കിൽ നാട്ടുകാരെ എടുത്തിട്ട് പൊങ്കാലിടും, പിന്നെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് വേറെ സത്യം, പ്രപഞ്ച സത്യം. അപ്പോൾ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. വഴിക്ക് ഇടിച്ച് തീർന്നിട്ട് വന്നതാണ്. അതുകൊണ്ട് അതൊക്കെ എത്രയൊക്കെ ഉള്ളൂ. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലയപ്പം പോലെയാണ്. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയിൽ വീഴുന്നാലും കേട് നമുക്ക് തന്നെ. കേരളത്തിലെ കയറ് കിട്ടാഞ്ഞിട്ട് എനിക്ക് കേരളത്തിലെ കയറും ബോംബെയിലെ കയറും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ബോംബെ കയർ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ കയറ് മേടിക്കണം, നമ്മൾ പശുവിനെ കെട്ടണ കയറ് മേടിക്കണ്ട. അപ്പോൾ ജനുവരി സാർ തലയൊക്കെ ഇവിടെ ഇങ്ങനെ വേദനിക്കുന്നു കയറ് കിട്ടാത്തോണ്ട്. അച്ഛനെ എന്നെ വിളിച്ചു ചോദിക്കോ എന്തോ കയറോ? കയറ് കിട്ടിയില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെന്ന്. അല്ല, അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു. അല്ല, അമ്മ പറയുമ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും കേട്ട് തമാശ അല്ല കേട്ടോ. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ദിസ് ഇസ് നോട്ട് ഫണി. ഞാനുള്ള കാര്യം പറയാം. ചളു ഒരിക്കൽ കേട്ട്, 2 വട്ടം കേട്ട്, 3, 4, 5 വട്ടം കേൾക്കുമ്പം പിന്നെ നമ്മൾ എന്ത് പറയാനിടേ? ചളു ഉള്ള കാര്യം പറയാൻ ദേവസ്വത്തെ അമ്മയും മോളും കൂടി ഇരുന്ന് ചളു പിടിക്കുകയാണ്. അയ്യോ, ഇത് കണ്ട് ചിരിക്കുന്നവരുണ്ടായിരിക്കും. എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഇമാതിരി ഉള്ള കോമഡി കേൾക്കുമ്പം ചളുവായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. സത്യം, പെൺപിള്ളേരിരുന്ന് ചിരിക്കും, നമുക്ക് ചളുവായിട്ടേ തോന്നത്തുള്ളൂ. എൻ്റെ വീഡിയോ കാണുമ്പോൾ പെൺപിള്ളേർക്ക് ചിരി വരും, പക്ഷേ ആൺപിള്ളേർക്ക് ചളുവായിട്ടും തോന്നും. സ്വാഭാവികം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ തന്നെ അതിനുള്ള റിപ്ലൈ എനിക്ക് കിട്ടും. അത് വിട്. അല്ല, അത് മാത്രമല്ല, ചെയ്യാൻ പറ്റുന്നല്ല, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അത് മാത്രമല്ല, എന്നെ എത്രയോ പേര് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു. അമ്മ അത് നല്ലതല്ലേ മോനെ? മനസ്സിലായി. അതൊക്കെ നല്ലതല്ലേ? ഒരാൾക്ക് അതല്ല, എന്നെ എത്രയോ പേര് എന്നെ മകളായിട്ട് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞ കേട്ടോ. നിങ്ങള് ഒരു സ്പെസിഫിക് ആളുണ്ട്, ആ ആള് കുറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ആള് പറഞ്ഞതാണ് ഞാൻ മകളെ പോലെ ആണെന്ന്.
ഒരു മകളെ പോലെ കാണുന്ന. അതെ, നമ്മുടെ താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവള് മകളെ പോലെ കൺസിഡർ ചെയ്തിട്ടല്ലേ പറഞ്ഞത്. കാട്ടവരത് ബസ്സിൽ മറ്റേ അവന്മാർക്ക് പിടിക്കാൻ വെച്ച് കൊടുക്കടി എന്ന് പറഞ്ഞത്. നിങ്ങളെ സ്വന്തം മകളെ ഇങ്ങനെ പറയൂ? അത് പറട്ടത്തല്ല, ഉള്ള കാര്യം പറയാം. അത് ലക്ക് ലെവലും ബ്രാക്കും ഇല്ലാത്തതാണ്. ഏത് യൂണിവേഴ്സ് ഒന്നും അറിയത്തില്ല. അതിനൊന്നും നമ്പരുത്. നമ്പിനാ പിന്നെ ഉള്ള കാര്യം പറയാം. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ഒരാളുണ്ടായിരുന്ന പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. പക്ഷെ ദാറ്റ് ഒരു ആണായിരുന്നു. ഹി വാസ് സപ്പോർട്ടിങ് മീ. ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ കുട്ടിയുടെ ഇഷ്ടം, കുട്ടിയുടെ ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ അതിന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു, വേറെ ഏതൊരു നല്ലൊരു മനുഷ്യൻ, ഇത് എനിക്ക് അവര് റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെയ്ഡ് PR ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ എന്നെ സപ്പോർട്ട് ചെയ്ത ആള് തന്നെ പറഞ്ഞു സംശയമില്ലാതെ ഇല്ലാന്ന്. അപ്പൊ ഞാൻ വെച്ചാൽ ഇത് രണ്ട് കൊളംകാര, ഇത് എന്താ എനിക്ക് മനസ്സിലായില്ല. മേ ബി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് ഇത് ഒന്നല്ല, ഞാൻ പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം തിങ്, പെയ്ഡ് PR. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിൽക്കണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഉത്തരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഉള്ളതിന് മാത്രം ഉത്തരം കൊടുത്താൽ, ഇല്ലാത്തതിനൊന്നും ഉത്തരം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ചെറുക്കെട്ടായിട്ട് പോണ്. പിന്നെ മാന്യായിട്ടൊക്കെ തുണികളൊക്കെ മറ്റു കൊടുത്തു പോയാൽ എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വല്ലതൊക്കെ പറയും, അത് അത്രേ ഉള്ളൂ. അത് വേറൊരു സത്യം. എല്ലാ തരത്തിലും നിങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല. പിന്നെ മര്യാദയ്ക്കൊക്കെ അടങ്ങി ഒതുങ്ങിയൊക്കെ പോയാൽ എല്ലാവർക്കും കൊള്ളാടെ. ഒരു ജീവിതമേ ഉള്ളൂ എന്ന് നിങ്ങളും പറയുന്ന, അപ്പുറത്ത് ഇറങ്ങി ഇടിച്ച് തീരാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് എന്ത് തോന്നിയാസം കാണിച്ച് ഈ ലോകത്ത് ജീവിക്കാമെന്നും വിചാരിക്കില്ല. പറയുമ്പോൾ നമ്മൾ എല്ലാ സൈഡും പറയണമല്ലോ. ഇപ്പോൾ കുറേ പേര് പറയും, അപ്പോൾ നിനക്ക് പുരോഗമന ചിന്താഗതിയില്ല, ജീൻസ് ഇട്ടാ പ്രശ്നം, ടോപ്പ് ഇട്ടാ പ്രശ്നം. അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടണം, ജീൻസും ടോപ്പും ഷോർട്സൊക്കെ ഇട്ട് പോവും, ഇല്ലെന്നൊന്നുമില്ല. പക്ഷേ മറച്ചു വയ്ക്കേണ്ടതെല്ലാം കൂടെ എടുത്ത് വെളിയിൽ കാണിച്ച് സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാനത് അംഗീകരിക്കത്തില്ല. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി ദയാസുദ്ധേ, മറുപടി പോരാ, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. അറ്റ്ലീസ്റ്റ് വലിച്ചു കീറിങ്ങി വെക്കി, ഇതൊക്കെ നമുക്കൊരു എന്റർടൈൻമെന്റ് ആക്കണ്ടേ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.